അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊന്ന് പുറത്തേക്കെല്ലാം ഇറങ്ങിയിട്ടുള്ളത്. ഒന്നാമത് എനിക്ക് ക്ലാസ് ഉണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഇവനിക്കൊന്ന് പുറത്തേക്കെല്ലാം ഇറങ്ങണം, കണ്ണൂർ എൻ്റെ കൂടെ ഒന്ന് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ക്ലാസ് ഇല്ലല്ലോ. അങ്ങനെയാണ് എൻ്റെ കൂടെ ഇവനായി ഇപ്പം വന്നിട്ടുള്ളത്. കുറേ ദിവസമായി പറയുന്നത് ഞാനും വരുന്നു ഉമ്മാൻ്റെ കൂടെ എന്നുള്ളത്. പിന്നെ ഇടയ്ക്ക് ശനിയാഴ്ചയൊക്കെ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ കൂടെ വരാൻ പറ്റാറില്ല. അങ്ങനെ നമ്മളിപ്പോൾ കണ്ണൂർ എത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ക്ലാസ്സിലിരിക്കാം. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ഓണത്തിൻ്റെ പ്രോഗ്രാമിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എനിക്ക് എന്തെങ്കിലും ഫുഡൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതി. കാരണം ഉച്ച ടൈമൊക്കെ കഴിഞ്ഞല്ലോ, നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്ക് 12:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സും എല്ലാം കഴിയുമ്പോഴത്തേക്ക് 3 മണി അങ്ങനെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ തന്നെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ ചിക്കീസിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ബർഗർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു കിഡ്സ് മെയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവനിക്കത് ആ ഒരു പ്രശ്നമൊന്നുമില്ല. നേരെ ആ ഒരു കോംബോ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു ചെറിയൊരു ബർഗർ വാങ്ങി. പിന്നെ അത് കഴിച്ചതിന് ശേഷം അത് പറയുന്നത് എനിക്ക് ഐസ്ക്രീമും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ അതും കൂടി കഴിച്ചു. പിന്നെ ഇവന് ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് എനിക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവന് സ്ട്രോബെറിയും പിന്നെ ഞാൻ ബ്ലൂബെറിയാണ് വാങ്ങി. ഫസ്റ്റൊക്കെ ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് കഴിക്കാറുണ്ടായിരുന്നത്. ഇപ്പൊ ചോക്ലേറ്റ് വിട്ടിട്ട് ഇപ്പൊ നേരെ ബ്ലൂബെറിയിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെ പിന്നെ അതും എടുത്തോണ്ട് നമ്മൾ സൈഡിലുള്ള സിറ്റിംഗ് ഏരിയയിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് കഴിക്കുന്ന സമയത്ത് ജബാക്കൊക്കെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് ഫോണൊക്കെ അവിടെ നിന്ന് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പൊ കണ്ണൂർ ഓണം ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ അതായത് പോലീസ് മൈതാനത്തിലാണ് ഇപ്പൊ നടക്കുന്നതല്ലോ. അപ്പൊ അതിന്റെ കുറച്ച് ഇങ്ങോട്ടായിട്ട് തന്നെയാണ് എൻ്റെ ക്ലാസ് ഉള്ളത്, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. അപ്പം പിന്നെ ഇതെപ്പോ അതായത് സെറ്റ് ചെയ്യുന്നൊക്കെ കാണാറുണ്ട്. അപ്പൊ അന്നേരം വിചാരിച്ചതായിരുന്നു പോകണം എന്നുള്ളത്. അങ്ങനെ പിന്നെ ഇന്നാണ് ഒരു ടൈം കിട്ടിയത്. അങ്ങനെ പിന്നെ നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ ഓട്ടോ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് കുറേ നോക്കി. കാരണം ഒന്നാമത് മഴ പെയ്യുന്നുണ്ട്. ഇവരോട് ഞാൻ പറയുന്നുണ്ട് ഓണം ഫെസ്റ്റ് കയറിയിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ കൊളാവും എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം അത് ഓപ്പൺ ഏരിയ ആണല്ലോ. മഴ പെയ്ത് കഴിഞ്ഞാല് ഒന്നും നടക്കില്ലല്ലോ. കാരണം ഒന്ന് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓട്ടോ ഒക്കെ കയറി നമ്മൾ ഇവിടെ എത്തിയിട്ടാണ് ഉള്ളത്. ഫസ്റ്റ് ഇവിടെ കാണാൻ തന്നെ നല്ല രസമുണ്ട്. പുറത്തുനിന്ന് തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പം തന്നെ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കുറേ റീൽസും വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു ഇതിൻ്റെത്. അതായത് ഇതിന്റെ ഇനോഗ്രേഷൻ്റെ ഒക്കെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അന്നേരം പറയുന്നുണ്ടായിരുന്നു എനിക്ക് പോകണം എന്നുള്ളത്. പിന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ടിക്കറ്റ് റേറ്റ് 150 ആണെന്നുള്ളത്. അതുവരെ ഞാൻ അറിയില്ലായിരുന്നു. 100 പിടിച്ചിട്ടായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് 100 ആയിരിക്കും എന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഇവനിക്ക് എത്ര വരുന്നെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അവിടെ എത്തിയപ്പോൾ പറഞ്ഞു കുട്ടികൾക്ക് 150 ആണെന്നുള്ളത്. അന്നേരം എൻ്റെ ഒരു കിളി അങ്ങ് പോയി. പിന്നെ കയറണോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തോടെയാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവന് അത്രയും ആഗ്രഹിച്ചിട്ടാണ് വന്നത്. ഇവനൊക്കെ ആണെങ്കിൽ കയറിയേ പറ്റുമെന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല, ഇതിന്റെ ഒരു വെർത്ത്, അതായത് ടിക്കറ്റിന് ഒരു വെർത്ത് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ മതി, അത്രയേ വേണ്ടു. അങ്ങനെ പിന്നെ രണ്ടാൾക്കും ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറി. അകത്ത് കയറുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം ഒന്നാമത് വാട്ടർഫോൾ അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളത് ഇവർക്ക് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലല്ലേ, 150ക്ക് വെർത്ത് ഉണ്ടെന്ന് തോന്നുന്നു എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് എന്താ പറയാ, ലോട്ടറി അടിച്ച പോലെ ആയിരുന്നു. ഫുള്ള് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ അതിൻ്റെ മുകളിലൊക്കെ കയറി ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറുന്നു. പിന്നെ കുറച്ച് ഇവിടുത്തെ ഈ ഒരു വ്യൂ ഒക്കെ നോക്കിയിട്ട് കുറേ സമയം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേര് മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ വീട്ടിലല്ല, അനിയനെയും അതുപോലെ തന്നെ കുറച്ച് കുട്ടികളെയൊക്കെ കൂട്ടിട്ട് വരാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ശനിയാഴ്ച ക്ലാസ് കട്ടാക്കിയിട്ട് കണ്ണൂരേക്ക് വരാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ ഞായറാഴ്ച ആയിരുന്നു വരാനുള്ള ടൈം. അന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ആ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും നടക്കൂല. ശനിയാഴ്ച മാത്രമേ ടൈമില്. പക്ഷെ എന്താ പറയാ, ശനിയാഴ്ച ക്ലാസ്സിലേക്ക് വരേണ്ട കാര്യം ഉണ്ടായത് കൊണ്ട് അധികം ആരും കൂട്ടാൻ വേണ്ടിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവന് ഇടയ്ക്കൊക്കെ ആദ്യമേ വരാറുണ്ട്. വെക്കേഷൻ ടൈം തന്നെ ഇവൻ എൻ്റെ കൂടെ ഇടയ്ക്ക് എനിക്കപ്പോൾ ഞാനും വരുന്നെന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് വരാറുണ്ട് ഇടയ്ക്ക്. അതുകൊണ്ട് ഇവനിക്ക് ക്ലാസ്സിൽ വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. ഇങ്ങനെ ഇവനെ മാത്രമേ കൂട്ടാൻ വേണ്ടി കരുതില്ല. മിസ്സിന് എല്ലാവർക്കും ഇവനെ അറിയാം നല്ലപോലെ. ഇവനിക്കും അറിയാം. അതുകൊണ്ട് ഇവന് അവിടെ ഓക്കെ ആണ്. അതുകൊണ്ട് പിന്നെ ഇവനെ മാത്രമേ കൂട്ടിയിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ ഒരു ദിവസം ഇൻഷാ അള്ളാ എല്ലാവരെയും കൂട്ടിയിട്ടൊക്കെ ഒരു ദിവസം കൂടി വരാം. ഇത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇനി കുറെ ദിവസം കിടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ അവിടുന്ന് മറ്റൊരു വാട്ടർഫാളിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നല്ല രസമുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ വെള്ളം തെറിക്കുന്നുണ്ടായിരുന്നു. ഫുള്ളും ബാക്ക്, അതായത് പിന്നെ ആ ഒരു സൈഡിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ തല ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്ക് ഡ്രസ്സ് ഫുള്ള് നനഞ്ഞിട്ടാണ് വന്നത്. ഞാനാണെങ്കിൽ എക്സ്ട്രാ വേറെ ഡ്രസ്സ് വരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് നനഞ്ഞ്, മുണ്ടില്ല, ഒന്നുമില്ലായിരുന്നു. കാരണം തലയൊക്കെ നനഞ്ഞിട്ടുള്ളത്. ഒന്നാമത് ഇവനിക്ക് ഇപ്പൊ ഒരു പനിയൊക്കെ മാറി ഒന്ന് സെറ്റായിട്ട് വന്നതേ ഉള്ളൂ. മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരുടെയും ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു സങ്കടം നമുക്കുണ്ട്. കാരണം ഇവൻ്റെത് അത്യാവശ്യം രണ്ട് മൂന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവൻ നിൽക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ അങ്ങോട്ട് പോട്ടെ, ഞാൻ ഇങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓൻ ഓടിക്കളിക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ വരെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് രണ്ട് മൂന്ന് ഫോട്ടോസ് ഒക്കെ ഒരു വിധത്തിൽ പിടിച്ചു നിർത്തിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം എടുക്കാൻ പറ്റില്ല. പിന്നെ ഏതെങ്കിലും ഒരു ആളോടെങ്കിലും ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് പറയാന്ന് വിചാരിച്ചു. പക്ഷെ അവരെല്ലാരും ബിസി ആയിരുന്നു. കാരണം എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് തിരക്കായിരുന്നു. അതുകൊണ്ട് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു സങ്കടം ഉണ്ട്. അയ്യോ, നമുക്ക് രണ്ടുപേർക്ക് വന്നിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം നമുക്കുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. ഇതിന്റെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ട് മൂന്ന് സെൽഫി എടുത്തു. അതേലേ നമുക്ക് പറ്റത്തുള്ളൂ. അങ്ങനെ രണ്ട് മൂന്ന് സെൽഫി ഒക്കെ എടുത്തു. അങ്ങനെ പിന്നെ അവിടുന്ന് നേരെ പോകുന്നത് ബേർഡ്സിന്റെ ഒരു പാർക്കിലേക്കാണ് പോകുന്നത്. അതായത് ഓപ്പൺ ആണ്. പക്ഷികളൊക്കെ നമ്മൾ തലന്റെ മുകളിലിട്ട് സൈഡത്തിലൊക്കെ പറക്കുന്നതൊക്കെ നല്ല വൃത്തി കാണാൻ പറ്റും. സാധാരണ ഇങ്ങനെ കാണാറില്ലല്ലോ. ഒന്നിക്ക കൂട്ടിൽ അടച്ചിട്ടായിരിക്കണം കാണുന്നത്, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ. ഇതാകുമ്പോ ഓപ്പൺ ആണ്. നല്ല ഭംഗിയുണ്ട്. ലവ് ബേർഡ്സ് ഒക്കെ ഇങ്ങനെ കൂട്ടത്തോടെ പറന്നിട്ടൊക്കെ പോകുന്ന കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. സാധാരണ ഇവരൊക്കെ ഒരു ചെറിയൊരു കൂട്ടിനുള്ളിലൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറക്കുന്നത് കാണുന്നല്ലാണ്ട് ഈ ഒരു രീതിയിൽ പറന്നു പോകുന്നതൊന്നും കാണുന്നില്ലല്ലോ.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തന്നെ ഈ നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ കാണുന്ന പോലെ നമ്മളെ മേത്ത് പാമ്പിനെയും അതുപോലെ തന്നെ ഇഗ്വാനേനൊക്കെ വെക്കുന്ന ഒരു ഇതുണ്ടായി. പക്ഷെ ഇവൻ ഈ ജസു ആണെങ്കിൽ ഇഗ്വാന അവിടെ ഇരിക്കുന്നത് ഓൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ നടന്നിട്ടങ്ങ് പോയായിരുന്നു. പിന്നെ പിന്നെയാന്നൊക്കെ മനസ്സിലായത് ഇവൻ അത് കണ്ടിട്ടില്ല എന്നുള്ളത്. കാരണം അതിന്റെ അടുത്ത് ഏകദേശം എത്താറായിട്ടുണ്ട്. ഇതെങ്ങാനും വന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞ് എടാന്ന് പറഞ്ഞൊന്ന് ചൊട്ടിയിട്ടൊന്ന് കാണിച്ചെടുത്ത്. അന്നേരം എത്ര ഓൻ കാണുന്നത് ഈ സാധനം അവിടെ കിടക്കുന്നുണ്ടെന്നുള്ളത്. പിന്നെ അതിന്റെ അടുത്ത് പോയിട്ടില്ല കേട്ടാ. ആടുന്ന് ബാക്കോട്ടേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ ഒരു ബേർഡ് ആണെങ്കിൽ ആ ബേർഡിന് എന്താ പേര് എനിക്കറിയില്ല. അത് ആണെങ്കിൽ ആടുന്ന് ഇങ്ങനെ സൗണ്ട് ഒക്കെ ഇട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഉള്ളിൽ രണ്ട് സൈഡ് ഗേറ്റ് വെച്ചിട്ടുണ്ട്. കാരണം ഓപ്പൺ ആയതുകൊണ്ട് ഇത് പറന്നിട്ട് അതിന്റെ ഉള്ളിലൊക്കെ പറന്നു പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. പിടിച്ചാൽ കിട്ടുന്നില്ല. അതുകൊണ്ട് രണ്ട് സൈഡ് ഗേറ്റ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഇങ്ങോട്ടേക്ക് ഈ ഒരു സെക്ഷനിലേക്കാണ് വരുന്നത്. ഇവിടെ മറ്റേ നല്ല എന്താണ് കുഞ്ഞു റോബോട്ട് ഡോഗില്ലേ അത് ഉണ്ടായിരുന്നു. ഇവനോട് ഞാൻ പറഞ്ഞു ഒന്ന് അതിന്റെ അടുത്ത് പോയിട്ട് നിൽക്കുമോനെ, ഒന്നൊരു ഫോട്ടോ എങ്കിലും എടുക്കട്ടെ. ആ ഇവനാണെങ്കിൽ ഇവർക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്. ഒന്നാമത് എല്ലാ കാര്യത്തിലും പേടിയുള്ള കൂട്ടത്തിലാണ് ഇവൻ. ഒരു എന്താ പറയാ എല്ലാത്തിനും ഉണ്ട് പേടി. അപ്പൊ ഇതിന്റെ അടുത്ത് പോകുന്നില്ല. പിന്നെയും ഓന് പോകാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇത് അങ്ങനെ നടന്നിട്ട് പോകുന്ന കാണുമ്പോ ഇവൻ തിരിച്ച് ബാക്കോട്ടേക്ക് അടിക്കും. പിന്നെ പറഞ്ഞ കാര്യാതെ എനിക്ക് ഇതിന്റെ മുകളിൽ ഇരിക്കണം, എനിക്കിങ്ങനെ കറങ്ങണമെന്നുള്ള ഒരിത്. ഞാൻ പറഞ്ഞത് എന്തിനാന്ന്, നീ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ആക്ഷൻ കാണിക്കത്തില്ല, നീ കാണിക്കൂല, പിന്നെ എന്തിനാന്ന് അതിന്റെ മുകളിൽ കയറുന്നതെന്ന് വെച്ചു. അപ്പൊ അതിന് കയറാൻ വേണ്ടിക്ക് വേറെ തന്നെ റേറ്റ് ആയിരുന്നു. ഞാൻ എത്രയാ ചോദിച്ചപ്പോ പറഞ്ഞു 50 റുപ്പീസ് ആന്നാ പറഞ്ഞത്. അങ്ങനെ പിന്നെ എന്താ ഇങ്ങനെ രണ്ട് മനസ്സോടെ ഇങ്ങനെ നിന്നു. പിന്നെ കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് കയറ്റിയതായിരുന്നു. അങ്ങനെ പിന്നെ ഓനാടെ ഫസ്റ്റ് കയറിയപ്പോ തന്നെ സ്റ്റക്ക് ആയിരിക്കും. ഞാൻ പറഞ്ഞു എന്തെങ്കിലും കാണിക്ക്, നീ ഒറ്റ സ്റ്റക്ക് ആയിട്ട് വന്നതിന് ആ വീഡിയോക്ക് ഒരു ഭംഗി കാണത്തില്ല. നമ്മൾ എന്തെങ്കിലും ഡാൻസ് ആയിട്ട് കളിക്ക്, അല്ലെങ്കിൽ ഏത് കൈനെ കൊണ്ടെന്തെങ്കിലും ആക്ഷൻ കാണിക്ക്. അങ്ങനെ പറഞ്ഞിട്ട് അത് ഓരോരുത്തരെ കൈ ഇങ്ങനെ നീട്ടിയിട്ട് യോയോയിലാക്കിയിട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നത്. അതിന്റെ ഇടയിൽ ഒരു കുട്ടി ഓടി, ഇവന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഓടി കളിക്കായിരുന്നു. അതിന്റെ ഇടയിൽ നേരെ പോയത് ഇതിന്റെ ആ ഒരു കറങ്ങുന്ന ആ ഒരു റൗണ്ടിന്റെ മുകളിലേക്കാണ് തെന്നി വീണിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നെറ്റൊക്കെ പൊട്ടി ചോരയൊക്കെ വന്നിട്ട് ലാസ്റ്റ് അവിടെ നിന്ന് എടുത്തിട്ട് പോയാ ചെയ്തത്. ഇത് ആകെ ഇതായിപ്പോയി. നല്ലോണം പൊട്ടിയെന്ന് തോന്നുന്നു. ബ്ലഡ് നല്ലോണം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നല്ല ഹാപ്പി ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം നമ്മളെ കൂടെ തന്നെയായിരുന്നു നടന്ന് വരുന്നുണ്ടായിരുന്നത്. അതായത് വാട്ടർഫാളിന്റെ അവിടേക്ക് ഇവരുണ്ടായിരുന്നു. നല്ല എന്താ പറയാ നല്ല ഹാപ്പി മൂഡിലായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഓടിക്കളിക്കുന്നതിന്റെ ഇടയിൽ തെന്നി വീണത് നേരെ ആ റൗണ്ടിന്റെ സൈഡിലായിരുന്നു തല കൊണ്ടിട്ടുണ്ടായിരുന്നത്. ആദ്യം ബ്ലഡ് വന്നിട്ടില്ല, വയ്യ നോക്കിയപ്പോഴേക്കും ബ്ലഡ് ഒക്കെ വന്നിട്ട് പിന്നെ വന്ന വഴി തന്നെയായിരുന്നു അവരെ കൂട്ടിട്ട് എല്ലാരും പറഞ്ഞ അതിലോട്ട് തന്നെ പോയിക്കോ, ഇനി തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ കുറെ നടക്കാനുണ്ടാവും. അതുകൊണ്ട് അവർ പറഞ്ഞു മുമ്പിൽ തന്നെ കീനോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിലോട്ട് തന്നെയായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് നമ്മൾ എന്താ പറയാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്കായി പിന്നെ എത്തിയത്. പിന്നെ ഫസ്റ്റ് കണ്ടതായിരുന്നു ഈ ഒരു റേറ്റിൻ്റെത്. ഇതിന് 80 രൂപ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആകെ 2-3 പേപ്പർ കഷ്ണല്ലേ. ഞാൻ പറഞ്ഞു 80 രൂപ അധികം, ഞാനിത് വാങ്ങിത്തരില്ല. ഒന്നാമത് എനിക്ക് കുറെ ചെറിയ ചെറിയ കുട്ടി പൈസകൾ ഉണ്ട്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു ഇത് വേണ്ട, ഇത് അവിടെ തന്നെ നിക്കട്ടെ, ഇതിപ്പോ തൽക്കാലം വേണ്ട, ഇവനാണെങ്കിൽ ഒറ്റ വാക്കി എനിക്കത് വേണം. ഞാൻ പറഞ്ഞു വാങ്ങിത്തരില്ല, അത് വേണ്ട, എനിക്ക് വേറെ എന്ത് വേണമെങ്കിലും എടുത്തോളി എന്ന് പറഞ്ഞു. ഇവൻ അവിടെ എത്തിയത് മണിച്ചിത്രത്തായാലും നാഗവല്ലിയെ പോലെ ആയിരുന്നു. കാരണം എന്തെടുക്കണം എന്നുള്ളത് മൂപ്പർക്ക് മനസ്സിലാകുന്നില്ല. അത് എടുക്കുന്നുണ്ട്, ഇപ്പുറം പോയിട്ട് ഇപ്പുറം വേറെ ഒന്ന് എടുക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞ് ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള സാധനം എടുക്കാം. പക്ഷെ എല്ലാ സാധനത്തിനും 80, 50 ആ ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഈ ഒരു റേറ്റേ ഉള്ളൂ, 80 50 അല്ലാണ്ട് ഇതില് കുറഞ്ഞതൊന്നും വരുന്നില്ലേ. അപ്പൊ അയാൾ പറയുന്നുണ്ട് ഒന്ന് വാങ്ങിക്കൊടുക്ക്, കുട്ടികളല്ലേ കുട്ടിയല്ലേ വാങ്ങിച്ചെടുക്ക്, കൂട്ടിക്കൊണ്ടുവന്നിട്ട് വാങ്ങിക്കണ്ടേ. ഞാൻ പറഞ്ഞു കൂട്ടിക്കൊണ്ടുവന്നിട്ട് വാങ്ങിക്കണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് വാങ്ങിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് നോക്കിയിട്ടല്ലേ വാങ്ങിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ ശേഷം നേരെ ഇപ്പുറം വന്നപ്പോ ഇവന് അവിടെയും വന്ന് വീണിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴും അത് വേണം ഇത് വേണം. അപ്പൊ എല്ലാ ടോയ്സ് ഓൾറെഡി ഓർക്ക് ടോയ്സ് ഒക്കെ ഉണ്ട്. അത് വേണോ ചേട്ടാ? അതിനെത്രയാ ആ ഡാൻസിങ്ങിന്റെ? വേണ്ടേ വേണ്ട.
ഇതെല്ലാം നില ബില്ല് അത് റേറ്റ് വളരെ അധികമാണ് ചേട്ടാ. അല്ല അതിന് വേണ്ട, ഇത്ര പൈസ വേണ്ട. ഓൾറെഡി ഓൻ്റെ അടുത്ത് ഉണ്ട്, പിന്നെ കണ്ടിട്ട് വാങ്ങുന്ന. എത്രയാ എല്ലാം ഇങ്ങനെ റേറ്റ് അറിയില്ലേ? കുറച്ച് ബാറ്ററിക്ക് ചെലവില്ലേ ചേട്ടാ? എന്നാലും ബാറ്ററിക്ക് ചെലവില്ലേ? ദിവസം ബാറ്ററി വാങ്ങിക്കൊണ്ടിരില്ലേ? ഇതെടുത്തോ, നീ ഫസ്റ്റ് ചോദിച്ചല്ലേ? നല്ല കളർ നോക്കിയിട്ട് എടുത്തോ, ഏതാ പിക്ചർ നോക്കിയിട്ട് എടുത്തോ. ഇതാ പിക്ചർ, ഈ പിക്ചറാ വേണ്ടേ? ഇതാ നോക്കി ചേട്ടാ, ഇത്. അപ്പൊ ഇത് രണ്ടും കൂടി ഇട്ടതാ, കുറയില്ല. ഞാൻ ഈ കടയിൽ കയറിയതിനു ശേഷം 2 പ്രൊഡക്റ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് നമ്മളെ ചോട്ടയുണ്ട്, ഒരു ചെറിയ ചോട്ടയുണ്ട് വീട്ടിലെ. അപ്പോൾ അവക്ക് വേണ്ടിക്കാന്ന് ഈ ചെവിക്ക് വെക്കുന്ന ആ ഒരു സൗണ്ട് പൊന്തുന്ന, ചെവി പൊന്തുന്ന ആ ഒരു ടൈപ്പ് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അതൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഇറങ്ങായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ആ ഒരു സീല്, ആ ഒരു ടൈപ്പ് സാധനം വാങ്ങിയ പോയപാട് തന്നെ ഫസ്റ്റ് ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. പിന്നെ ബാക്കിയുള്ള ഓരോ സാധനത്തിനും ആവശ്യമില്ലാത്ത സാധനങ്ങളെ, കാരണം ഓൾറെഡി എനിക്ക് വീട്ടിലുണ്ട് ഇഷ്ടംപോലെ ടോയ്സും എനിക്കുണ്ട്. ജബാർക്കലും ആരെങ്കിലും വരുന്ന സമയത്തായാലും ടോയ്സ് കൊടുത്തേക്കാറുണ്ട്. വരുമ്പം ടോയ്സ് കൊണ്ടുവരാറുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് ടോയ്സ് ചെറിയ പ്രായത്തിലേ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഇഷ്ടം പോലെ ടോയ്സ് വീട്ടിൽ തന്നെ ഉണ്ട്. അധികം ഓന് യൂസ് ചെയ്യില്ല, ഒരു ലിമിറ്റ് വരെ ഓൻ അതൊക്കെ യൂസ് ചെയ്യല്. പിന്നെ ഏതെങ്കിലും ഒരു അതൊക്കെ അട വെക്കും, എന്നിട്ട് പുതിയത് കിട്ടും, പിന്നെ അത് അട വെക്കും. പിന്നെ ഒരു പൂതി വരുമ്പം പഴയ ടോയ്സ് ഒക്കെ എടുത്ത് കളിക്കും. ആ ഒരു ടൈപ്പാണ്. അപ്പോൾ എന്നെ എത്ര വാങ്ങിക്കൊടുത്തതിനാലും അത് ലാസ്റ്റ് അത് അവിടെ 2 ദിവസം യൂസ് ചെയ്തിട്ട് പിന്നെ അവിടെ കളയും. അപ്പം ഉള്ള ടോയ്സ് തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇല്ലാത്തതാണെങ്കിൽ ഓക്കെ വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ പറയാ. ബാക്കി എല്ലാ സാധനവും ഓൾമോസ്റ്റ് എനിക്കുണ്ട്, അത്യാവശ്യം ഉണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ കുറേ ബാർഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം റേറ്റ് കുറച്ചൊക്കെ തന്നെ നമുക്ക് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറേ ബാർഗെയിൻ ഒക്കെ ചെയ്തു. പക്ഷെ നല്ല ചേട്ടനായിരുന്നു, നല്ല എന്താ പറയാ കൂളായിരുന്നു. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇടാൻ വേണ്ടിക്ക് തന്നെ ഇത്ര പൈസ വേണം, അപ്പോൾ ചെറിയ പൈസ കൊടുത്തതിന് നമുക്ക് നഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞു. നോക്കി കുഴപ്പമൊന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ റേറ്റ് തന്നെ ഞാൻ പേ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ചേട്ടൻ പറഞ്ഞ റേറ്റ് തന്നെ, നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് വേണമെന്ന് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ റേറ്റ് എത്രയാണോ അവർ പറയുന്നത് ആ റേറ്റ് നമുക്ക് കൊടുത്തേ പറ്റൂ. നമുക്കൊക്കെ ആ റേറ്റ് വേണമെന്നില്ലെങ്കിൽ പിന്നെ ബാർഗെയിൻ ചെയ്യല് സ്വാഭാവികമാണ്. നമ്മൾ ഏത് ഷോപ്പിൽ പോയാലും റേറ്റ് കുറക്കുമോ ചേട്ടാ, റേറ്റ് കുറക്കുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അങ്ങനെ അവർ കുറച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല തന്നെ, കുറച്ച് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. ആ സാധനം കൊടുത്തേ പറ്റും. നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ എന്തായാലും ആ റേറ്റ് നമുക്ക് കൊടുത്തേ പറ്റും. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഫുഡ് കോർട്ടിലെ കാര്യങ്ങളൊന്നും കയറാൻ വേണ്ടി ഓൾറെഡി നമ്മള് മാളിൽ പോയി ഫുഡ് കഴിച്ചിട്ടാണ് നേരെ ഇറങ്ങിയത്. പിന്നെ നമ്മൾ നേരെ ഓട്ടോക്കെ പിടിച്ച് നേരെ സ്റ്റാൻഡിലേക്ക് പോയാ ചെയ്തത്. അവിടെ നിന്ന് ബസ് കയറിയിട്ട് നേരെ അവിടെ ചെന്നതിനാ സീറ്റ് കിട്ടും. ഇവിടെ നിന്ന് ഇപ്പൊ കയറിയാണ് സീറ്റ് കിട്ടൂല എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് അബദ്ധം അവിടെയായിരുന്നു പറ്റുന്നത്. ഇവിടുന്ന് കയറിയാൽ മതിയായിരുന്നു. അവിടെ ചെന്നപ്പോഴേക്ക് ഫുള്ള് ട്രാഫിക്. അന്നും ഇതേപോലെയായിരുന്നു സ്റ്റാൻഡിന്റെ അവിടെ ട്രാഫിക് ഉണ്ടായിരുന്നത്. ഇന്നും അതേ സാഹചര്യം തന്നെയായിരുന്നു. ഫുള്ള് ട്രാഫിക്കാണ്. ബസ് ഒന്നും സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. കാരണം അവിടെ നിന്ന് തന്നെ വളഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ സ്റ്റോപ്പില്ലേ, അവിടെ നിന്ന് വളഞ്ഞിട്ട് നേരെ തിരിച്ചു പോയാ ചെയ്യുന്നത്. കുറേ ബസ് മിസ്സിംഗ് ആയിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ബസ്സും കയറി വരുന്ന കാണുന്നില്ല. ലാസ്റ്റ് അതിന്റെ ടൈം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ബസ് ഉള്ളിലേക്ക് കയറുന്നില്ല, എല്ലാ ബസ്സും തിരിച്ചു പോയാ ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ അവിടുന്ന് നേരെ നടന്ന് തിരിച്ചങ്ങോട്ടേക്ക് പോയാ ചെയ്തത്. റെയിൽവേ സ്റ്റേഷന്റെ അവിടത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായത്. അങ്ങനെ അവിടെ എത്തിയപ്പോഴേക്കും ഒരു ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അൽഹംദുലില്ലാ. അങ്ങനെ പിന്നെ നേരെ ആ ബസ്സിലേക്ക് കയറി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും എന്നെ ജഗ്ഗു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഈ ഒരു വിശേഷം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പം ബൈ.